ചരിത്രത്തിൽ ഇന്ന് വരെ നടന്നിട്ടില്ലാത്ത ഒരു സംഭവ വികാസമാണ് പ്രതിപക്ഷത്ത് LDF മുന്നണിക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. പറയാതെ വയ്യ. 35 അംഗ മെമ്പേഴ്സുമായി MLA-മാരുമായി പിണറായി വിജയൻ നയിക്കുന്ന പ്രതിപക്ഷം നിയമസഭാ സമ്മേളനം ഒന്നാം സമ്മേളനം അവസാനിക്കാറായ സമയത്ത് പോലും ഒരു പ്രാവശ്യം പോലും പാർലമെന്ററി പാർട്ടി യോഗം വിളിക്കാൻ കഴിയാതെ അസ്ഥിരപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളത്. ഈ ഒരു സത്യം നമ്മൾ എങ്ങനെയാണ് പറയാതെ പോവുക? CPM-ന് CPI-യെ ഒന്നിച്ചിരുത്തി ഒരു LDF പാർലമെന്ററി പാർട്ടി സമ്മേളനം കൂടാനാവുന്നില്ല. കാരണം ഇരുന്നാൽ അപ്പോൾ CPI ചോദിക്കും, എവിടെ പ്രതിപക്ഷ നേതാവ് സ്ഥാനം എന്തുകൊണ്ട് ഞങ്ങൾക്ക് തരുന്നില്ല? വോക്സ് തന്നെ എൽദോസ് കുന്നംപള്ളി എന്ന CPI-യുടെ ജില്ലാ കമ്മിറ്റി എറണാകുളം മെമ്പറോട് ചോദിച്ചതാണ് കഴിഞ്ഞ ദിവസം. മുൻ MLA-യുമാണ് അദ്ദേഹം മൂവാറ്റുപുഴയുടെ. ചോദിച്ചപ്പോൾ ഒരു മിനിറ്റ് പോലും വൈകിക്കാതെ എടുക്കാൻ കഴിയുന്ന ഒരു തീരുമാനമല്ലേ CPM-ന് CPI-ക്ക് ഉപനേതാവ് പദം കൊടുക്കുക എന്നുള്ളത് എന്നിട്ട് അത് കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് ആ ഒരൊറ്റ കോണിൽ നിന്നുകൊണ്ട് വട്ടം ചുറ്റിപ്പറക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നത്? ഇന്ന് ധനകാര്യ ബില്ലിൽ കഴിഞ്ഞ ഒരു മാസത്തിനടുത്ത് വീര്യം കുറഞ്ഞ മദ്യത്തിൽ സർക്കാരിനെ വട്ടം ചുറ്റിക്കാം എന്ന് കരുതി ഊതിവരിപ്പിച്ചു കൊണ്ടുവരുന്ന മുഴുവൻ കാര്യങ്ങളും അസ്ഥാനത്തായി പോയി. ഒരു ഐക്യം കാണുന്നില്ല, ഒരു കോൺഫിഡൻസ് കാണുന്നില്ല. മുഖ്യമന്ത്രി കടന്നാക്രമിക്കുകയാണ് പ്രതിപക്ഷത്തെ. ധനകാര്യ ബില്ല് നിയമസഭയിൽ പാസ്സാക്കുമ്പോൾ VD സതീഷിന്റെ വിളയാട്ടം എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ കാടടിച്ചിടുന്നതിനെ വെറും വിളയാട്ടമായി കാണാൻ കഴിയില്ല. ഒരൊറ്റയാൻ പോരാട്ടമായാണ് ഇന്ന് പ്രതിപക്ഷത്തിന് മേൽ തീ തുപ്പുന്ന VD സതീഷിനെ നമ്മൾ കണ്ടത്. പ്രതിപക്ഷത്തിന് ഒരു അക്ഷരം പോലും മിണ്ടാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടാണ്? ഒരു ടീം വർക്ക് ഇല്ല. പാർലമെന്ററി പാർട്ടി യോഗം കൂടി ഒരുമിച്ചിരുന്ന് കാര്യങ്ങൾ എങ്ങനെ മുമ്പോട്ട് പോകണമെന്ന് പറയാനാവുന്നില്ല. ധാർഷ്ട്യമാണ് പിണറായിയുടെയും ഗോവിന്ദമാഷിന്റെയും അവിടെ നടക്കുന്നത്. ആ ധാർഷ്ട്യത്തിലൂന്നി വിട്ടുകൊടുക്കില്ല ഉപനേതാവ് പദം എന്നുള്ള ഒരൊറ്റ വാശിയിൽ നിൽക്കുന്നത് കൊണ്ടാണ് CPI എന്ന പാർട്ടിയെ രാഷ്ട്രീയ മര്യാദയുടെ മേൽ കൂടെ ഇരുത്തി അടുത്തിരുത്തി കാര്യങ്ങൾ സംവേദനം നടത്തി മുമ്പോട്ട് പോകാൻ കഴിയാത്തത്. ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, LDF വളരെ നിശബ്ദമായ ഒരു പ്രതിപക്ഷമായി മുന്നോട്ട് പോകേണ്ടി വരും. കഴിഞ്ഞ 20 ദിവസത്തോളം 25 ദിവസത്തോളം രാഷ്ട്രീയ മണ്ഡലത്തിൽ ഏറ്റവും വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ ആ ഒരു വിവാദത്തെയാണ് VD സതീശൻ ഇന്ന് വെള്ളമൊഴിച്ചൂതിക്കെടുത്തിയത്. കേരളം തീരുമാനിക്കട്ടെ ഈ ബില്ല് പാസ്സാക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന്. UDF തീരുമാനിക്കണമെന്ന് പോലും ഞാൻ പറയുന്നില്ല. കേരളം തീരുമാനിക്കട്ടെ. കേരളത്തിന്റെ തീരുമാനത്തെ UDF ചർച്ച ചെയ്യട്ടെ. അത് ഞങ്ങൾ പിന്നീട് പാസ്സാക്കിയെടുക്കാമെന്ന് പറയുന്ന കോൺഫിഡൻസിലേക്ക് ഈ നാടിന്റെ മുഖ്യമന്ത്രി പോകാനുള്ള കാരണം LDF-ൽ നടക്കുന്ന ഒരു ഐക്യമില്ലായ്മയാണെന്ന് പറയാതെ വയ്യ.